ടൈംസ് കണ്ടു. ഇറ്റ്സ് എ വൺ ഓഫ് എ കൈൻഡ് മൂവി. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി ഒരു പടം. പക്ഷേ എല്ലാവർക്കും വർക്കാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിബല്ലസ് മൂവി. നമ്മളൊരു സിനിമയിൽ നിന്നും നമ്മളൊരു സിനിമ കാണും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ടാവില്ല. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സിനിമ. അത് ഇങ്ങേരുടെ പ്രീവിയസ് വർക്കും അതേപോലെ തന്നെ മുകുന്ദനും അസോസിയേറ്റ്സ് എങ്ങനെയാണോ അത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ വർക്കാവും. കാരണം നമ്മൾ കണ്ട് ശീലിച്ച ഒരു സ്ഥിരം ഒരു സാധാരണ ഒരു കൊമേഴ്ഷ്യൽ ടൈപ്പ് ഓഫ് നറേഷൻ അല്ല ഇതിന്. വളരെ യുണീക്കായിട്ടുള്ള അധികം ആളും ചർച്ച ചെയ്യാത്ത എന്നാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രം ഒരു പക്ഷേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് മൂപ്പര് കഴിഞ്ഞ പടത്തിൽ പറഞ്ഞത്. അതേപോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റാണിതിൽ. കഴിഞ്ഞ പടത്തിൽ എങ്ങനെയായിരുന്നു ഒരു 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 ആൻറ്റഗോണിസ്റ്റ് അല്ലെങ്കിൽ ഒരു ആൻറ്റി ഹീറോ ക്യാരക്ടറിനെ മൂപ്പര് ഡെപ്പിക്റ്റ് ചെയ്തു. ഇതിൽ നേരെ ഓപ്പോസിറ്റ് ഒരു പക്ക ഹീറോ അല്ലെങ്കിൽ ഒരു നമ്മൾ വിചാരിക്കുന്ന ഒരു ഹീറോ മെറ്റീരിയൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു സിനിമ എടുക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, ചെറുപ്പം മുതലേ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട നമുക്കൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിനെ പോലെ ഒരു ക്യാരക്ടർ, ആളുടെ ഒരു കമ്മിങ് ഓഫ് ഏജ്, ആൾ സിനിമ എടുക്കാൻ വേണ്ടി നടത്തുന്ന കുറേ സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സിനിമയിൽ ഡിപ്പിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ കഴിഞ്ഞ പടത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു ഈവിളിഷ് ക്യാരക്ടർ ആക്കിയിട്ടാണ് മൂപ്പര് ആ ഒരു ക്യാരക്ടറിനെ സെറ്റ് ചെയ്തതെങ്കിൽ ഈ പടത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്യാരക്ടർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈ പറഞ്ഞ പോലെ നേരെ ഓപ്പോസിറ്റാണ്. കറക്റ്റായിട്ടുള്ള വഴി കൂടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പിടിവാശി പിടിക്കുന്ന ഒരു ക്യാരക്ടർ. പക്ഷേ അതിലുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ റിയൽ ലൈഫിൽ അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ ആൾക്ക് തിരിച്ച് കിട്ടാവുന്ന കുറേ തിരിച്ചടികളുണ്ട്. അത് പക്ഷേ ഒരു സിനിമയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. അത് ഈ സിനിമയിൽ ഡിപ്പിക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്യാനും നമുക്ക് പ്രശ്നമുണ്ട്. ഞാനീ പറഞ്ഞു വന്നത് ഒരാളൊരു മോശം കാര്യം ചെയ്യുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ പടത്തിൽ ഈ സിനിമയിൽ ഒരു നല്ല കാര്യം ചെയ്യുന്ന സമയത്ത് തിരിച്ചടി കിട്ടുന്നുണ്ടോ അതും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇൻ റിയാലിറ്റി ഇത് രണ്ടുമാണ് നടക്കുന്നത്. ആ കാര്യം പക്ഷേ ഇങ്ങനെ തുറന്നൊരു സിനിമയെ കൂടെ എക്സ്പ്രസ് ചെയ്യാന്നുള്ളത് അതിന് കുറച്ച് ഗട്ട്സും വേണം. അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓഡിയൻസിന് മൈൻഡ് സെറ്റ് വേണം. പക്ഷേ ഐ തിങ്ക് മലയാളി ഓഡിയൻസിന് ഇത് ഭയങ്കരമായിട്ട് വർക്കാവും, ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് സിനിമയെ സ്നേഹിക്കുന്നവർക്ക്, സിനിമ ഫീൽഡിലുള്ളവർക്കും, സിനിമയെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയുന്നവർക്കും. നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് കാലം മുമ്പ് നമ്മളെ ഉദയനാട് തരമൊക്കെ കണ്ടിട്ടുണ്ട്. അന്ന് കണ്ട സിനിമയല്ല ഇന്ന്. സിനിമ മാറിയിട്ടുണ്ട്. സിനിമയുടെ ഒരു പാറ്റേൺ തന്നെ മാറിയിട്ടുണ്ട്. ഈവൺ ഒരു സിനിമ പൈസ കൊടുത്ത് കണ്ട് അഭിപ്രായം പറയുന്നവരുടെ അടക്കം മെക്കിട്ട് കയറുന്നത് നമ്മൾ റീസെൻ്റ്ലി കണ്ടതാണ്. അപ്പോൾ സിനിമയ്ക്കകത്ത് എത്ര സ്ട്രഗിൾസ് ഉണ്ട്. ഈ നമ്മൾ ഈ പുറത്ത് കാണുന്ന ഒരു ഔട്ടർ ലെയർ അല്ല, അതിനകത്ത് നടക്കുന്ന ബിസിനസ്സുകളും അതിനകത്ത് നടക്കുന്ന അതിൻ്റെ കുറേ കാര്യങ്ങൾ ഇതിൽ പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു രൂക്ഷഭാവവും അതിൻ്റെ ആ ഒരു റിബല്ലസ് ആയിട്ട് അതിനെതിരെ സംസാരിക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് പുറത്ത് വരാൻ കുറേ കഷ്ടമാണ്. സോ നമ്മൾ ഈ സിനിമയ്ക്കുള്ളിലെ സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കാണാത്തൊരു ഷെയ്ഡ്, ഇതുവരെ കാണാത്ത ആ ഒരു ഈവിൾഷ് നേച്ചർ മുഴുവൻ ഈ പടത്തിൽ കാണിച്ചു തരും. അതിൻ്റെ ആ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ ആസ്വാദനം എന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഹാപ്പി എൻഡിങ് ആയിരിക്കില്ല നമുക്ക് പല സിറ്റുവേഷൻസിലും നമുക്ക് കിട്ടുക. അത് ഈ സിനിമയിൽ പ്രോപ്പറായിട്ട് കാണിക്കുന്നത് കൊണ്ട് ഈ സിനിമയുടെ ഒരു അക്സെപ്റ്റൻസ് ഫാക്ടർ, ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഒക്കെ ഈ സിനിമ എങ്ങനെ പ്രേക്ഷകർ എടുക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യം തന്നെയാണ്. പക്ഷേ എനിക്ക് ആ സാധനം ഭയങ്കരമായിട്ട് വർക്കായി. കാരണം ഇങ്ങനെ ഈ പറയുന്ന കാര്യങ്ങൾ ഇൻ റിയാലിറ്റി അത് തന്നെയാണ് നടക്കുന്നത്. സോ അതിൻ്റെ ആ ഒരു ഡിപ്പിക്ഷൻ സിനിമയിൽ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. സിനിമ തുടക്കം മുതലേ അത് തന്നെയാണ് പറഞ്ഞു പോകുന്നത്. സിനിമയുടെ ഫസ്റ്റ് സീൻ മുതൽ ആ ലാസ്റ്റ് സീൻ വരെ ടൈപ്പ് ചെയ്ത് പോയിട്ട് സിനിമ ടോട്ടലി പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഒരു പ്രോപ്പർ കൺക്ലൂഷനിൽ ഇവൺ ലാസ്റ്റ് ഒരു ആഫ്റ്റർ ഒരു എൻ ക്രെഡിറ്റ് പോലൊരു സാധനമുണ്ട്. അത് വലിയ സ്പോയിലർ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ടൈറ്റിൽ ക്രെഡിറ്റ്സ് കാണിച്ച് അപ്പം തന്നെ ആ സാധനം വരും, അപ്പം തന്നെ ഇറങ്ങി പോയിട്ടിരുന്നാൽ മതി. ഒരു സ്പോയിലർ അല്ല. സിൻസ് ഞാൻ പടം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ വന്നിരുന്നിട്ട് ഒരു എക്സ്പ്രഷൻ ഇടുന്നത് ലിറ്ററലി അങ്ങേരുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷനിലാണ് എനിക്ക് ഈ പടത്തിൽ നിന്ന് ഒരു കംപ്ലീറ്റ് ഫീലിംഗ് കിട്ടിയതെന്ന് പറയാം. കാരണം ആ ഒരു ടോട്ടൽ ആ ഒരു പടം 2-2.25 മണിക്കൂർ എന്താണ് കാണിക്കാൻ ഉദ്ദേശിച്ചതെന്നുള്ളത് ജസ്റ്റ് ആ മൂപ്പറുടെ ആ ഒരു വൃത്തികെട്ടൊരു ചിരിയുണ്ട്, അതിൽ നിന്ന് കിട്ടും. അത് മനസ്സിലാക്കി ആ ഒരു എസൻസ് മനസ്സിലാക്കിയിട്ടാണ് ഈ പടത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാവരും പെർഫോം ചെയ്തിട്ടുള്ളത്. നസ്ലിനൊക്കെ പീക്ക് പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഇതുവരെ നമ്മൾ നസ്ലിനെ കണ്ടിട്ടില്ലാത്ത വേറൊരു ഷെയ്ഡിലാണ് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ആ ഒരു ക്യാരക്ടറിന് ഈ പറഞ്ഞ പോലെ നമ്മൾ മനസ്സിൽ കാണുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ. നമ്മൾ ഒരു പ്രോട്ടോകോണിസ്റ്റിൻ്റെ പോക്ക് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും അടുത്ത് നടക്കാൻ പോകണം, അല്ലെങ്കിൽ ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു എൻഡിങ് വരും, അതാണിതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ ഇങ്ങനെ മുഴുവൻ നമ്മൾ ഉദ്ദേശിച്ച് വെച്ചിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ആയിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് ഈ സിനിമയുടെ നറേഷൻ ഉള്ളത്. അത്തരത്തിൽ നമ്മുടെ ആ ഒരു പ്രീ അസംഷൻസൊക്കെ കുറേ സമയത്ത് സിനിമയുടെ ആ ഒരു നറേഷൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഈ ക്യാരക്ടേഴ്സ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് നടക്കുന്നു വിചാരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചിലപ്പോൾ പടത്തിൽ നടക്കുക. ആൻഡ് ഇറ്റ്സ് എ ഹാർഷ് റിയാലിറ്റി ആൻഡ് വി ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ്. നസ്ലിൻ മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ ഷറഫുദ്ദീനും ഇതിന് ബാക്കി വന്നിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും നല്ല കിഡിലിനായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിൽ കുറേ ഷോർട്സും കുറേ ഈ
ഇങ്ങനെ കറങ്ങുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അത് പല സമയത്ത് ചിലതൊക്കെ VFX ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഒരു ഒരു ക്യാൻറ്റീനകത്തുള്ളൊരു ഷോട്ടും ദെൻ വീട്ടിലെ ബെഡ്റൂമിനകത്തൊരു ഷോട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മേക്കിങ്ങിലും കുറേ സിഗ്നേച്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, ദെൻ കുറേ ഐക്കോണിക് മൊമെൻറ്റ്സ് ഉണ്ട് സിനിമയിൽ. നിങ്ങളൊരു സിനിമയെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾ ചെറുപ്പം മുതലേ സിനിമ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ, ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, അതായത് നിങ്ങളിപ്പോൾ സിനിമ ഫീൽഡിൽ തന്നെ ആവണമെന്നൊന്നുമില്ല. നിങ്ങൾ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ട് എന്തോ ഒരു അട്രാക്ഷൻ അതിനോട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും സിനിമ കാണുന്ന എല്ലാവരും സിനിമ എടുക്കാൻ പോയാൽ എന്തുണ്ടാവുമെന്നും കൂടി ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് പറയാൻ എളുപ്പമാണ്, ഒരു സിനിമയല്ലേ അതിപ്പോൾ അങ്ങനെ പോയി എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു സിനിമയ്ക്ക് പുറകിലുള്ള പ്രോസസ്സും അതിന് പുറകിലുള്ള എഫേർട്ടും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ഡ്രീമും ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, ഇപ്പോൾ സിനിമ നിങ്ങൾ കാണുന്നത് ഒരു നോർമൽ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂക്ക് വേണ്ടി മാത്രമാണ്. അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ പടങ്ങളൊക്കെ മാത്രം തിരഞ്ഞെടുത്ത് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ പടമല്ല അത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ നിങ്ങളുടെ പാർട്ട് ഓഫ് എ ലൈഫാണെങ്കിൽ, ഒരു സിനിഫൈലാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയോടെ എന്തെങ്കിലും ഒരു അട്രാക്ഷൻ വേറെ എവിടെയെങ്കിലും തോന്നിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ചെറുപ്പം വരെ സിനിമ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങളിങ്ങനെ കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ ഈ സിനിമ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് വർക്കാകുന്ന എന്തോ ഒരു മാജിക്കൽ ഫീൽ നമുക്ക് തരുന്നൊരു സാധനമാണ്. ആൻഡ് ഈ പറഞ്ഞ പോലെ ഈ നറേഷനാണ് എന്നെ സിനിമയെ ഭയങ്കരധികം എനിക്ക് ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്തത്. കാരണം ആ ഒരു സ്റ്റീരിയോ ടൈപ്പുകളൊക്കെ തന്നെ ബ്രേക്ക് ചെയ്ത് ഈ ഡയറക്ടർ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതാണെന്ന് പറഞ്ഞ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ, ആ ഒരു സ്റ്റാൻഡ്, ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ പടത്തിൽ. കഴിഞ്ഞ പടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു തീം പിടിച്ചു, എന്നാൽ സെയിം അതേ പാറ്റേണാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് മോശമായാലും നമുക്ക് പറ്റൂല, ഒരുപാട് നന്നായാലും നാട്ടുകാർക്ക് പറ്റൂല. അത് നന്നായാൽ നമുക്ക് കുറേ ബാക്ക്ലാഷ് കിട്ടും, അതും പറ്റൂല. ഇതിൻ്റെ ഇടയിലാണ് ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയൊക്കെ നല്ല ആളാണെങ്കിലും കുറച്ചൊക്കെ കള്ളത്തരം കാണിക്കണം, എന്നാൽ എത്രയൊക്കെ കള്ളം ചെയ്താലും കുറച്ചൊക്കെ ഒരു നന്മമരം വേണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും. ഇതിൻ്റെ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന രണ്ട് പടങ്ങളാണ് ഈ മൂപ്പരുടെ രണ്ട്. സോ അതുകൊണ്ട് തന്നെ മുകുന്ദനോട് അസോസിയേറ്റ് ചെയ്യുന്ന പടം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നേരെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സാധനമാണ് നിങ്ങൾ കാണാൻ പോകുന്നതെന്ന് വിചാരിച്ച് കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ സിനിമ, ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമയുടെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും. ഒരു മൊത്തത്തിൽ ഒരു ഔട്ട് നമ്മൾ പടം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇതിലിപ്പോൾ പറയത്തക്ക കൊമേഴ്ഷ്യൽ സീനുകളോ അല്ലെങ്കിൽ ആക്ഷൻ ബ്ലോക്കുകളോ അല്ലെങ്കിൽ നമുക്കൊരു ഹൈ തരുന്ന സാധനങ്ങളോ അങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സാധനമല്ല, നമ്മൾ ഈ ചങ്ങായി ഇത് വേറെ ലെവലാവുമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന അല്ല നമുക്ക് കിട്ടിയത് എന്നൊക്കെ കാര്യങ്ങളൊക്കെ മറന്നിട്ട് സിനിമയുടെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ഒന്ന് കണക്ട് ചെയ്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എവിടെ തുടങ്ങി എവിടെയാണ് ഈ പടം അവസാനിച്ചത്, എന്താണ് പടം പറയാൻ ഉദ്ദേശിച്ചതെന്ന് പടം കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സിനിമയുടെ ആ ഒരു റോ നേച്ചർ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ പറയാം, ദിസ് ഈസ് വൺ ഓഫ് എ കൈൻഡ് മൂവി. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഇങ്ങനെ ഒരു പടം, ഇങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റിൽ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഡയറക്ടറുടെ പ്രീവിയസ് വർക്ക് പോലെ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. മറ്റേത് സിനിമയ്ക്ക് അകത്ത് തന്നെ ഉള്ളവർ ആ സിനിമ ഭയങ്കരമായിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഫിലിം ഫീൽഡിൽ തന്നെ ഉള്ളവർ നമ്മൾ കഴിഞ്ഞ പടത്തിൽ കണ്ടാണ് മുകുന്ദൻ അസോസിയേറ്റ്സ് ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഓഡിയൻസിന് പറ്റില്ല, കാരണം അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല. അതേപോലെ തന്നെ ആയിരിക്കും ഈ ഒരു പടം. പക്ഷേ എനിക്ക് ഈ സാധനം 100% വർക്കായി. നിങ്ങളിത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക. ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്കുക, സിനിമ അകത്ത് എന്തായിരുന്നു നടന്നതെന്നുള്ളത്, എവിടെ തുടങ്ങി എവിടെ അവസാനിച്ച്. സിനിമയുടെ ഒരു പ്രോപ്പർ കോർ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ സിനിമ നിങ്ങൾക്ക് ഒരു വൺ ഓഫ് എ കൈൻഡ് ആയിട്ട് ഫീൽ ചെയ്യും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. കണ്ടു നോക്കുക. ആൻഡ് ഇങ്ങനത്തെ ഒരു സാധനം ഇനി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. ഈ ഒരു ഡയറക്ടർ ഈ ഒരു പാറ്റേൺ വിടരുത്. ഇങ്ങനെ ഈ രണ്ട് പടത്തിൽ സെറ്റ് ചെയ്തൊരു സംഭവമുണ്ട്, ആ ഒരു റിബല്ലസ് നേച്ചറുണ്ട്, അത് വിടരുത്. ഇനി അടുത്ത പടവും ഇതേപോലത്തെ വളരെ യൂണീക്കായിട്ടുള്ള അധികം ചർച്ച ചെയ്യാത്ത ഒരു വൺ ഓഫ് എ കൈൻഡ് പടമാണ് ഞാൻ ഇനി അടുത്തതും പ്രതീക്ഷിക്കുന്നത്. അത് ഈ പടത്തിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള അടുത്ത പ്രൊജക്റ്റിനും ഭയങ്കരധികം എക്സൈറ്റഡ് ആണ്. സോ കണ്ടു വെക്കുക. കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.